ഹായ് ഹലോ. ഞങ്ങളിന്ന് കാന്താര കാണാൻ പോയതായിരുന്നു. അപ്പോൾ കാന്താര കാണാൻ പോയി. ദീപാവലീൻ്റെ ഒക്കെ തിരക്കായത് കാരണം റിലീസായ ദിവസം പോകാൻ പറ്റില്ല. റിലീസായെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ തിയേറ്ററിൽ വന്ന ദിവസം പോകാൻ പറ്റിയില്ല. അപ്പോൾ ദീപാവലിയും കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സീറ്റ് നമ്പർ അറിയില്ല, മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഘവനെ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ തിയേറ്ററിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 6:15 ഷോ, ഞങ്ങൾ 6 മണിക്കായിരുന്നു അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ചിലപ്പോൾ ഷോ തുടങ്ങാത്തതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ടിക്കറ്റിൻ്റെ നമ്പറിന് പിന്നെയും വിളിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയിട്ടുണ്ട്, തിയേറ്ററിനുള്ളിൽ പാമ്പ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പുറത്തെടുത്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിനെ പിടിച്ചതിന് ശേഷം മാത്രമേ ഷോ തുടങ്ങുകയുള്ളൂ. അവിടെ ആൾ വരും, നിങ്ങൾക്ക് സീറ്റ് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വണ്ടിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ബോറടിച്ചപ്പോഴത്തേക്കും മക്കൾക്ക് ഭയങ്കര ബോറടി. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവർ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴൊന്നും പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാമ്പാന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ട ആൾക്കാർ പറഞ്ഞു ഡോറ് വഴി കയറി. അപ്പോൾ അവിടെ ഒരു വാളിൻ്റെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതാണ്. അപ്പോൾ അതൊക്കെ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കിലൊന്നും പാമ്പിനെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് മുന്നോട്ടേക്ക് തന്നെ പോവാം, അവിടെ പോയി നിൽക്കാം, അഥവാ കിട്ടിയാൽ നമുക്ക് പാമ്പിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ പാമ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സംഭവമൊന്നുമല്ല. കാരണം ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് തന്നെ പാമ്പിൻ്റെ വീട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാരണം ഡെയിലി എന്നോണം ആൾക്കാരെല്ലാവരും കാണുന്നതാണ്. ഞങ്ങളും ഇടയ്ക്കൊക്കെ കാണുന്നതാണ്. പുറമേ നിൽക്കുന്ന സമയത്ത് ഡെയിലി ഞങ്ങളും കാണലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പൊരു പുതുമയുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാമ്പാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുന്നേയും റഹാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കളിക്കുന്ന അവിടെ നാളയിലുണ്ടായിരുന്നു. ഒരു ബാൻഡഡ് ക്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാമ്പായിരുന്നു. അത്യാവശ്യം നല്ല വിഷമുള്ള ജാതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ പാമ്പിനെ കിട്ടിയില്ല. അതേത് വഴിക്ക് പോയി എന്നറിയില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാത്തടത്തോളം നമ്മൾ ആൾക്കാരെ ഷോവിന് കയറ്റുക എന്ന് പറഞ്ഞാൽ സേഫ് അല്ലാത്തത് കാരണം 7:15 ആയപ്പോഴത്തേക്കിലും പറഞ്ഞു ഷോ ഉണ്ടാവില്ല ഇന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ പുറമേയുള്ള സ്ക്രീനിലുള്ള കാന്താരേൻ്റെ ട്രെയിലറൊക്കെ കണ്ട് സമാധാനിച്ചു. ഇനിയിപ്പോൾ നാളെ എങ്ങാനും വരാം. എന്നാലും ഒരു പേടിയാണ്, കാരണം പാമ്പുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെയും പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് പേടിയാണ്. എന്നാലും നോക്കാം, നാളെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാമ്പിനെയും കിട്ടിയില്ല. ഷോയും നിർത്തി ഞങ്ങൾ തിരിച്ചു പോന്നു. പാമ്പും ചിലപ്പം കാന്താര കാണാൻ വന്നതായിരിക്കും അല്ലേ. എന്തായാലും നോക്കട്ടെ, നാളെ വരാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവർ അവിടുന്ന് ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു. എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ബായ്.